ഭക്തൻ വഴിപാടായി നൽകിയ സ്വർണമാല കവർന്ന കേസിൽ മുൻ മേൽശാന്തിയും യുവതിയുമായി തെളിവെടുപ്പ്. വിറ്റമാല കായംകുളത്തെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെടുത്തു. പുനലൂർ മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിൽ നിന്നുമാണ് മാല അപഹരിച്ചത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്കിടെയാണ് തമിഴ്നാട് സ്വദേശി ക്ഷേത്രത്തിൽ നൽകിയ മാല അപഹരിക്കപ്പെട്ടത്. മാമ്പഴത്തറ ദേവീക്ഷേത്രത്തിൽ ഭക്തൻ വഴിപാടായി സമർപ്പിച്ച ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണമാല അപഹരിച്ച കേസിലാണ് മേൽശാന്തിയെയും കൂട്ടാളിയെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തിയത്. പ്രതികൾ വിറ്റഴിച്ച സ്വർണമാല കായംകുളത്തെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. മാന്നാർ കുരട്ടിക്കാട് പാക്കോട്ടുമടത്തിൽ മധുസൂദന ശർമ്മ, ഇയാളുടെ കൂട്ടാളിയായ മാവേലിക്കര സ്വദേശിനി ഗംഗ എന്നിവരുമായാണ് തെന്മല പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ ഫെബ്രുവരി 5, 6 തീയതികളിൽ ക്ഷേത്രത്തിൽ നടന്ന വിവാഹ ചടങ്ങുകൾക്കിടെയായിരുന്നു സംഭവം. തമിഴ്നാട് സ്വദേശിയായ രമേശ് ബാബു ക്ഷേത്രത്തിൽ വഴിപാടായി സമർപ്പിച്ച 16.239 ഗ്രാം തൂക്കമുള്ള നെക്ലേസ് മാതൃകയിലുള്ള സ്വർണമാലയാണ് കാണാതായത്. അന്നത്തെ മേൽശാന്തിയായിരുന്ന മധുസൂദന ശർമ്മ മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് മാല അപഹരിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മാല കാണാതായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തി മധുസൂദന ശർമ്മയെ സർവീസിൽ നിന്ന് നീക്കം ചെയ്തിരുന്നു. മാല നൽകിയ ഭക്തൻ നേരിട്ട് നൽകിയ പരാതിയിൽ തെന്മല പോലീസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ ശാസ്ത്രീയമായ കേസന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. മോഷ്ടിച്ച സ്വർണമാല ആദ്യം സുഹൃത്തായ ഗംഗയ്ക്ക് കൈമാറി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ചു. പിന്നീട് കൂടുതൽ തുക ലക്ഷ്യമിട്ട് ഇവർ പണയുരുപ്പടി തിരിച്ചെടുത്ത് കായംകുളത്തെ മറ്റൊരു സ്ഥാപനത്തിൽ വിറ്റു. കോടതിയുടെ പ്രത്യേക അനുമതിയോടെയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. തെളിവെടുപ്പിലാണ് കേസിലെ തൊണ്ടി മുതലായ സ്വർണമാല കണ്ടെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.